ഈ ഒരു വാക്യൂം മെഷീൻ്റെ പവറിൽ ഇത് വലിയൊരു വാക്യൂം മെഷീനാണ്. ഇതിൻ്റെ ഒരു പവറിൽ കുറഞ്ഞ പൈസ കൊണ്ട് നമുക്ക് ഇത്രയും പവറുള്ള ഒരു വാക്യൂം മെഷീന് ഒന്ന് അൺബോക്സ് ചെയ്യാണ്. ഒരു കാർ വാഷിംഗ് കിറ്റ്, അതോടൊപ്പം ഒരു വാട്ടർ കംപ്രസറും കൂടെ ഉണ്ട്. അതും കൂടി ഒരുമിച്ചൊന്ന് ഒരു കിറ്റ് പരിചയപ്പെടുത്തുകയാണ്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പവർ ഒന്ന് നോക്കാം എത്രത്തോളം ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം വലിയതാണ്. മിസ്റ്റർ ലൈറ്റ് ആണ്. ഞാനൊരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ലാതെ എൻ്റെ വീട്ടിൽ പഴയതാണ്, അവിടെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ പവർ ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടെന്ന് ഇപ്പോൾ നോക്കണില്ല. ഓക്കെ, കണ്ടല്ലോ. ഇനി ഈ ഒരു പവറിൽ നമുക്കിതിവിടെ കമ്പയർ ചെയ്ത് നോക്കാം. നമുക്കിനി വേറൊരു മെഷീൻ ഇതവിടെ അൺബോക്സ് ചെയ്യാണ്. ചെറിയതാട്ടോ, അതിൻ്റെ ഒരു പൈപ്പ് ഇവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് ഓണാക്കാം നമുക്ക്. ഇത് വളരെ കോമ്പാക്റ്റാണ്, കുഞ്ഞിതാണ്. ഇതിൻ്റെ പ്രൈസൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം. ഓൺലൈനിൽ കിട്ടും. ഈ കമ്പനിയായിട്ട് എനിക്കൊരു ബന്ധമില്ല. അങ്ങനെ ഒരു ബ്രാൻഡിന് മേടിച്ചെന്നേ ഉള്ളൂ. വേണ്ട, ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ തന്നെ ഇത് മാത്രമേ യൂസ് ചെയ്യുക. ഇതാണല്ലോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ വയറൊക്കെ ഇങ്ങനെ ഒരു കോഡാണ്. അത് സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ. കൊള്ളാം. ഇനി നമ്മൾ രണ്ടിൻ്റെ വാട്ട്സ് പവറാണ് കാൽക്കുലേറ്റ് നോക്കുന്നത്. ഇവിടെ ആംപിയർ മീറ്റർ ഉണ്ട്. ഓരോന്നും നമുക്ക് ഇനി നോക്കുകയാണ്. നോക്കിക്കോളി, ഇവിടെ വാട്ട്സ് 0 ഇപ്പം. ഞാൻ ആദ്യത്തെ എൻ്റെ വലിയതിപ്പോൾ നോക്കട്ടെ. എത്ര എടുക്കുന്നുണ്ട്? 1500 സംതിങ് ഉണ്ടല്ലോ. ഇതാ ഇവിടെ കാണിക്കും, ഇവിടെ കാണിക്കും. വലിയത് എൻ്റെ ഇത്. ഓക്കെ, 1500 സംതിങ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അത് ഓഫാക്കി. അടുത്തെടുക്കണത് ചെറുതിൻ്റെ വാട്ട്സ് നോക്കാം. ഓണാക്കി എടുത്തോളൂ. എത്രയാ? 800 സംതിങ്. അപ്പോൾ എന്തിനാ അപ്പോൾ 1500 2000 ഒക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഇനി കൂടുതൽ ലോഡ് വലിക്കുമ്പോഴാണെങ്കിൽ നമുക്കിതൊന്ന് പൊത്തി പിടിച്ചിട്ട് നോക്കാം. ഒന്ന് നോക്കാം, കവർ ചെയ്ത്. അപ്പോൾ കൂടിയതില്ല, ഓപ്പണിൽ കൂടി കൃത്യം കുറഞ്ഞു. അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ ലോഡിലിത് കുറയാണ്, മീൻസ് പൊത്തിപ്പിടിച്ചാൽ കുറയാണ്. ഈ ലോഡിലാണ് ഇപ്പോൾ പവർ കണ്ടത്. ഇനി നമുക്കേ അത് പോരാ, ഞാൻ ഒരു ലോഡ് കൂട്ടുകയാണ്. ആ പൊക്കാളെ ലോഡ്. ഇത് പൊങ്ങും അറിയില്ല കേട്ടോ. ഒരു പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അറിയില്ല അത് പൊങ്ങുമെന്ന്.
ആദ്യം നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇത് പോകും തോന്നുന്നില്ല. അത്ര വേണ്ട. ജസ്റ്റ് ഇട്ടാ नहीं 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 അതേ സാധനത്തിൻ്റെ പവർ ഇപ്പോൾ ഇതിന് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു വലുത്, ഈ ഒരു ചെറുത് പോരെ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഇതിൻ്റെ വാട്സും എത്ര നോക്കുക, അവിടെ എത്ര എഴുതിയിട്ടുള്ളത് 1200 വാട്സാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഒരു 800-850 ഇപ്പോൾ എടുക്കുന്നത് നമ്മൾ കണ്ടു. ഇയാളുടെ വാട്സപ്പ് എവിടെയെങ്കിലും ഉണ്ടോ? ഓർമ്മയിലില്ല. എവിടെ എഴുതിക്കണം? 2400 മറ്റേത് 1200 ഇരട്ടിയാണ് അല്ലേ? പകുതിയുള്ളത്. പക്ഷേ റിസൾട്ട് പവർ, എയർ പവർ എൻ്റെ മനസ്സിൽ, എൻ്റെ കാൽക്കുലേഷനിൽ ഈക്വലാണ്. ഇത് ചെയ്യണ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്, ആ എയർ ഫ്ലോയിൻ ഉണ്ട്, അതേ പൈപ്പ്, അതേ വണ്ണം ഒരുപോലെ ഉണ്ട്. ഇത് കുറേ വർക്ക് ചെയ്യിക്കുക, അതിനുള്ളിൽ ഇങ്ങനെ ഡസ്റ്റ് സ്റ്റോർ ചെയ്യുക, കപ്പാസിറ്റി കൂടുതൽ. ഇതിൽ അതില്ല. നമുക്കൊന്ന് നോക്കാം. ഇവിടെയൊക്കെ ഉണ്ട്, നല്ല ഫിൽറ്ററൊക്കെ ഉണ്ട്. വേണ്ട, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ അയച്ച് സർവീസ് ചെയ്യാം. എന്താ ഒരു ഫിൽറ്റർ സർവീസ് ചെയ്യുക. പിന്നെ ഇതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇവ തന്നെയാണ്. ഓക്കെ, ഇങ്ങനൊരു സംഭവം ഇതിലുണ്ട്. പിന്നെ ഇതിലുണ്ടല്ലേ, അയ്യോ ബാഗൊക്കെ ചെറുതാണ്. ഇത് പെട്ടെന്ന് നിറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു കാർപ്പറ്റ് ക്ലീൻ ആക്കാനൊക്കെ ചെറുത്. ഒരുപാട് സ്റ്റോർ ചെയ്യണമെങ്കിൽ മാത്രം അത് മേടിച്ചാൽ മതി. പവറൊക്കെ ഏകദേശം സമാണ് എന്നുള്ളതാണ് ഇന്ന് മനസ്സിലായത്. ഓക്കെ, കൊണ്ടടക്കുക, കോമ്പാക്റ്റാണ്, ഇങ്ങനെ വലിച്ച് കൊണ്ടടക്കുക. വളരെ ചെറിയ മോട്ടറാണ് ഇതിനകത്ത്. 3200 നിന്ന് മാർക്കറ്റിലുണ്ട്. ചിലപ്പോൾ 200 കൂടാം കുറയാം. ഒരു കമ്പനിയോട് മേടിച്ചാണ് ഇതാ യൂറീക്ക ഫോഴ്സിൻ്റെ. ഓക്കെ, കാറ് പ്രഷറിൻ്റെ ഒരു മോട്ടോറും കൂടി, പമ്പും കൂടി, വാഷറും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടി. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ വാട്സും ഇതിൻ്റെ പ്രൈസും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം.